മതവിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ICUവിൽ കഴിയുന്ന പി.സി. ജോർജിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, പി.സി. ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമായൊരു ദിനമാണ്. കോടതിയിലെ നാടകീയമായുള്ള കീഴടങ്ങൽ, പിന്നീടുള്ള റിമാൻഡ്, ആശുപത്രിയിലേക്ക് മാറ്റൽ, ഇതിനൊക്കെ ശേഷം ഇപ്പോൾ ഇന്ന് ഈ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാൻ പോകുന്നു. വിശദാംശങ്ങൾ എന്താണ് ടോബി? TK, ഇന്ന് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ്, അതായത് ഒരു ദിവസം മുമ്പ്, 2 ദിവസം മുമ്പാണ് ഈ ജാമ്യാപേക്ഷ നൽകിയത്. ഈ റിമാൻഡ് കാലാവധിയിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞൊരു പശ്ചാത്തലത്തിൽ ജാമ്യാപേക്ഷ പരിഗണിച്ച് ജാമ്യം നൽകണമെന്നൊരു ആവശ്യമാണ് പി.സി. ജോർജ് മുന്നോട്ട് വെച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിനോട് വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ ഒരു വിധി പറയുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, പി.സി. ജോർജ് നേരിട്ട് വന്ന് കോടതിയിൽ കീഴടങ്ങുന്നു. അതിനുശേഷം ഒരു ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ആ ജാമ്യാപേക്ഷ തള്ളുന്നൊരു പശ്ചാത്തലമാണ് ഉണ്ടായത്. തുടർന്നാണ് പി.സി. ജോർജിനെ റിമാൻഡ് ചെയ്യുന്നത്. ഒപ്പം തന്നെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ മറ്റ് നടപടിക്രമങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു വാദമാണ് പ്രതിഭാഗം ഇന്ന് കോടതിയിൽ ഉന്നയിക്കുക. എന്നാൽ പി.സി. ജോർജ് സ്ഥിരമായിട്ട് ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നൊരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകരുതെന്നൊരു വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കും. എന്തായാലും ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ പി.സി. ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ICUവിലാണുള്ളത്. കാർഡിയോളജി ICUവിലാണ്. അദ്ദേഹത്തിൻ്റെ ECGയിലടക്കം വേരിയേഷൻ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ ICUവിലോട്ട് മാറ്റിയത്. പക്ഷേ നിലവിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സ്റ്റേബിൾ ആയിട്ടുണ്ട്, കുഴപ്പമില്ല എന്നുള്ളൊരു വിവരമാണ് ആശുപത്രി അധികൃതരുടെ കയ്യിൽ നിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ടടക്കം ഇന്ന് കോടതിക്ക് മുമ്പാകെ എത്തും. ഇതെല്ലാം കൂടി പരിഗണിച്ചിട്ടായിരിക്കും പി.സി. ജോർജിന് ജാമ്യം നൽകണോ എന്നുള്ള കാര്യം കോടതി പരിഗണിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുൻകൂർ ജാമ്യാപേക്ഷയുമായി പി.സി. ജോർജ് കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും പോയിരുന്നു. അവിടെ നിന്ന് അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പി.സി. ജോർജിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒപ്പം തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ടോബി ജോൺസൺ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.